അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതിനൊരു രുചി കൂട്ടാനുള്ള പൊടിക്കൈ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് അതിൻ്റെ രുചി കൂട്ടുന്ന കുറച്ച് പൊടിക്കൈ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത്. കണ്ടു നോക്കിയൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തെടുക്കാനൊന്നും മറക്കരുതേ. അപ്പോൾ കണ്ടു നോക്കിയൊക്കെ എന്തായാലും ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ നമ്മളൊരു മീൻ ഐറ്റംസ് പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാറ് ഒന്നെങ്കിൽ ആവോലിയായിരിക്കും അല്ലെങ്കിൽ അയക്കോറായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് പൊരിച്ച് കൊടുക്കുന്ന സമയത്താണല്ലോ അല്ലേ അതിനൊരു ഹരം ഉണ്ടാവുള്ളൂ. എന്നാൽ പൊരിക്കുന്ന സമയത്ത് നല്ല രുചി ഉണ്ടാവുക എന്നുള്ളത് അത് നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആവോലിയായാലും അയക്കോറാണെങ്കിലും പൊരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കുറച്ച് പൊടികൾ ചേർത്തിട്ടൊന്ന് പൊരിച്ച് നോക്കി നോക്കൂ, രുചി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ 1/4 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് വേണം, 1/4 ടീസ്പൂണ് വെള്ളുള്ളിൻ്റെ പൗഡർ വേണം, അതുപോലെ 1/4 ടീസ്പൂൺ പുതിനലിൻ്റെ പൗഡർ, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കുറേയൊന്നും വേണ്ട. പിന്നെ ഇത് കുഴച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല കേട്ടോ, ഓയിലോ വെളിച്ചെണ്ണ അത് ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വിനിഗർ വേണം. വിനിഗറും ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം കേട്ടോ മസാലപ്പൊടിൻ്റെ അളവൊക്കെ അങ്ങനെ എടുക്കാനായിട്ട്. ഞാനിവിടെ വെറും 6 കഷ്ണം മീനാണ് എടുത്തത്. അതിൻ്റെ അളവിലാണ് എപ്പോഴും പറഞ്ഞു തരുന്നത്. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അങ്ങനെ മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വിനിഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിനിഗർ ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട്. എന്നാലും നമുക്ക് ഈ ഒരു അരപ്പിനും മീനിനും നല്ല രുചിയായിട്ട് അങ്ങനെ കിട്ടുള്ളൂ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഇതെൻ്റെ ഒരു പൊടി ടിപ്സാണേ. അയക്കോറാണെങ്കിലും ആവോലി ആണെങ്കിലും ഇതേ രീതിക്കൊന്ന് പൊരിച്ച് നോക്കി നോക്കും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അരപ്പിൽ തന്നെ. ഇനി അരപ്പൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഗ്രില്ലിഡിൻ്റെ തവ ഉണ്ടെങ്കിൽ അതിൽ പൊരിച്ചെടുത്തോളൂ കേട്ടോ. ഈ കഷ്ണം മീനൊക്കെ ഈ ഗ്രില്ലിഡിൻ്റെ തവയിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുപാടൊന്നുമില്ല കേട്ടോ. 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തത്. എന്നിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം ഇതെല്ലാം അതിലോട്ടേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. മീൻ പൊരിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴുള്ള ഗുണം എന്താ പറയുക, ഒരുപാട് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വെറും 1 ടീസ്പൂണ് വെളിച്ചെണ്ണയിലാണ് ഇത് മുഴുവന് പൊരിച്ചെടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അരപ്പെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, കരിഞ്ഞു പോകാതെ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ അങ്ങനെ പൊരിച്ചെടുക്കുക. നല്ല രുചിയുള്ള മീൻ ഫ്രൈ നമുക്കങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. കോഴിൻ്റെ ലിവർ കറിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ പറയുക, വെള്ളുള്ളി എപ്പോഴും ചതച്ചിട്ടാണ് ചേർക്കാറ്. വെള്ളുള്ളി ചതച്ച് ചേർക്കുന്നതും അരച്ച് ചേർക്കുന്നതും വ്യത്യസ്ത രുചിയാണ് കേട്ടോ. അപ്പോൾ ഈ ബീഫിലോട്ടൊക്കെ ആണെങ്കിൽ അരച്ച് ചേർക്കാം, പക്ഷേ ലിവറിൻ്റെ ഇങ്ങനത്തെ അങ്ങനെ കോഴിൻ്റെ ലിവറൊക്കെ ഉണ്ടല്ലോ അതിലെപ്പോഴും ചതച്ച് ചേർക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ അതേപോലെ പൊടികളൊക്കെ കുറച്ചിട്ട് കൊടുക്കുക, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. പിന്നെ സാധാ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, വെളിച്ചെണ്ണയിൽ പിന്നെന്താണ് വലിയുള്ളി തക്കാളി ഇങ്ങനത്തതൊക്കെ വഴറ്റുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊടികൾ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരിൻ്റെ മുളകും പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ ഞാൻ ചെയ്യാറെന്താ അറിയോ, 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും അതുപോലെ ക്യാരറ്റും ഗ്രീൻ പീസും രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കിയേക്കും, സൂപ്പർ കറിയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. ലിവർ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ക്യാരറ്റും എന്തായാലും ചേർക്കാൻ വേണ്ടി മറക്കരുത്. ഇത് ഈ ഒരു കറിക്ക് രുചി സ്പെഷ്യലാക്കും. അപ്പോൾ അത് ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ പൊള്ളി ടേസ്റ്റാണ്. അപ്പോൾ അതെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു നുറുങ്ങുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സൂപ്പർ ലിവർ കറി നമുക്ക് കഴിക്കാൻ പറ്റേ. ഇനി അടുത്തത്, ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ മിഡിൽ ഈസ്റ്റുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് എന്താ അറിയോ, ചിക്കൻ ചുടാൻ പോവുക, മട്ടൻ ചുടാൻ പോവുക, ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവിടെ ഒരു പതിവാണ്. അപ്പോൾ ആർക്കെങ്കിലും ചിക്കൻ ചുടാൻ വല്ല പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുറച്ചൊരു മസാലകൾ മിക്സ് ആക്കിയിട്ടൊന്ന് തേച്ചിട്ടൊന്ന് ചുട്ട് നോക്കിയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് തൈര് വേണം 3 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂണോളം വെള്ളുള്ളി പിന്നെ പേസ്റ്റ് വേണം. പിന്നെ വേണ്ടത് ഷവായൻ്റെ മസാല പൗഡർ 3 ടേബിൾ സ്പൂണ്, 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒരിച്ചിരി വെള്ളം ചേർക്കാതാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. ശരിക്കും മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ചിക്കനിൽ നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാം.
3 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തത്. അതായത് 3 ചിക്കന് ഓരോന്ന് ഓരോ കിലോ അങ്ങനെ ആയിട്ട്. അതും സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തത്. സ്കിന്നോട് കൂടിയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു അരപ്പ് തയ്യാറാക്കുമ്പോൾ ബട്ടർ പിന്നെ അതുപോലെ ഓയിൽ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ചുടുന്ന സമയത്ത് അതിൽ നിന്ന് നെയ്യ് ഉരുകി വന്നിട്ട് അത് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. എപ്പോഴും ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ സ്കിന്നോട് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ എഴുതാണ്ട് നടു മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ രീതിക്കാണ് ഗ്രില്ല് ചെയ്യാൻ പ്ലാൻ ആക്കുന്നത്. അതുപോലെ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം മുഴുവൻ റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യുന്നതും ചാർക്കോളിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാർക്കോളിൽ വെച്ചിട്ട് പ്ലാൻ ആക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. രുചി സൂപ്പറായിരിക്കും. പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. വറുത്തരച്ച സാമ്പാറാണെങ്കിലും വറുത്തരച്ച മീൻകറി ആണെങ്കിലും വറുത്തരച്ച തേങ്ങക്ക് രുചി കൂട്ടാനായിട്ട് ഞാൻ ചെയ്യാറെന്താ അറിയോ, വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂണ് കൊത്തമല്ലി ഇട്ട് കൊടുക്കും, 1/4 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കും, 1 ടീസ്പൂണോ അല്ല 1 ടേബിൾ സ്പൂണോ നമുക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ശരിക്കും പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു തേങ്ങ ചിരകിയത് മുഴുവൻ അതിൽ ചേർത്തിട്ട് ശരിക്കും ഒന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറ് മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. പിന്നെ അതേപോലെ തണ്ടോട് കൂടിയിട്ടുള്ള കറിവേപ്പിലാണ് 2 ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ സാമ്പാറിലോട്ടേക്കോ പിന്നെ മീൻകറിയിലേക്കൊക്കെ ചേർത്താൽ എന്ത് രസം അറിയോ. അപ്പോൾ തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടെ പറയട്ടെ. ചൂടായി കിടക്കുന്ന കുക്കറിലോട്ടേക്ക് നമുക്ക് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, വറ്റൽമുളക് പൊട്ടിച്ചെടുക്കാം, കറിവേപ്പില പൊട്ടിച്ചെടുക്കാം, അതുപോലെ വലിയുള്ളി തക്കാളി ഇതൊന്ന് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെണ്ടക്ക കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അതും കൂടെ ഇതിൽ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അതൊരു 2 വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം 3 അല്ലി വെള്ളുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 കപ്പ് കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് മുളകും പൊടി എടുക്കുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ അത്ര എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം കായപ്പൊടിയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് അങ്ങനെ എടുത്തോളൂ. ഇനി ഇത് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ശരിക്കും ഒന്നൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലടിക്കുമ്പോൾ തന്നെ സംഭവം റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ വെണ്ടക്കൊക്കെ ചേർത്തിട്ട് വിസിലടിപ്പിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അതിങ്ങനെ കൊഴുപ്പാവും എന്നുള്ളത്. ആ ഒരു കൊഴുപ്പാണ് ഈ ഒരു സാമ്പാറിൻ്റെ രുചി കൂടുകയും ചെയ്യുക. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ റെഡി ആയിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ അത് അരച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്ത് രസം അറിയോ. ഇതിലൊരു ഇച്ചിരി വെണ്ടൊക്കെ അങ്ങനെ കഴിക്കാൻ കിട്ടുമെന്നില്ല കേട്ടോ. അതിങ്ങനെ വെന്ത് കുഴഞ്ഞതുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു തേങ്ങ വറുത്തരച്ചത് സാമ്പാറിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, അത് നിങ്ങൾക്ക് മീൻകറിയിലേക്ക് എടുക്കാം. അതുപോലെ പച്ചക്കറികളൊക്കെ നമ്മൾ വറുത്തരച്ചിട്ട് ചെയ്യൂലേ, അതിനൊക്കെ ഇതേ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കിയേക്കോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തേങ്ങ വറുത്തിട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിക്കൊന്ന് ഫോളോ ചെയ്യുക. മല്ലിയും കുരുമുളകൊക്കെ ഇട്ടിട്ട് എന്ത് രസം അറിയോ. അതിങ്ങനെ വെളിച്ചെണ്ണ തന്നെ വറുക്കണം, അപ്പോഴാണ് അതിൻ്റെ രുചിയും കൂടുക. ഇതൊരു ചെറിയൊരു ടിപ്പാണ്, പക്ഷേ അത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ സാധാ വെള്ളത്തിലേക്ക് ഉപ്പും ചേർക്കും, അതേപോലെ സ്പൈസസും ചേർക്കും. അങ്ങനെയാണല്ലോ അല്ലേ ചോറ് റെഡിയാക്കി എടുക്കാറ്. എന്നാൽ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. വെള്ളത്തിലോട്ടേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക, സ്പൈസസ് ഇട്ട് കൊടുക്കുക, അതുപോലെ പെരിഞ്ജീരകം 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക, അതുപോലെ നാരങ്ങ അതൊന്ന് സ്ലൈസ് ആക്കിയതിന് ശേഷം ഒരു 3 പീസ് 4 പീസ് അങ്ങനെ ഇട്ടിട്ട് ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷം അരി ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കി നോക്കൂ. അപ്പോൾ ഈ ചോറിന് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇത് നല്ലൊരു ടിപ്പ് തന്നെയാണ്. ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ബസ്മതി റൈസ് ആണെങ്കിലും മതി കേട്ടോ. ജീരകശാലക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ രുചി കൂടുതലായിരിക്കും ജീരകശാലക്ക്. പക്ഷേ ബസ്മതി റൈസ് എന്ന് പറയുമ്പോൾ അത്ര രുചിയുള്ളൊരു സാധനം ഒന്നല്ലല്ലോ. അതിൻ്റെ രുചി കൂട്ടാനായിട്ട് ചെയ്യുന്ന ചെറിയൊരു പൊടിക്കൈയാണ് കേട്ടോ അത്. അപ്പോൾ വെള്ളം എപ്പോഴും തിളപ്പിക്കുന്ന സമയത്ത് പിന്നെ നാരങ്ങ, സ്പൈസസ് ഇങ്ങനത്തൊക്കെ ഇടുക. എന്നാലാണ് ആ ചോറിലോട്ടേക്ക് അതെല്ലാം ഇറങ്ങി പിടിച്ച് ആ ചോറിന് നല്ല സോഫ്റ്റായിട്ടും കിട്ടും. അതേപോലെ ബിരിയാണിക്ക് എടുക്കുമ്പോൾ ഒരു 80% എന്നുള്ള രീതിക്ക് എടുക്കാനും വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ബിരിയാണീൻ്റെ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മന്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുന്ന തക്കാളീൻ്റെ ചട്നി ഉണ്ടല്ലോ, അതിൻ്റെ രുചി കൂട്ടാനായിട്ട് ഞാൻ ചെയ്യാറെന്താ അറിയോ, അരയ്ക്കുന്ന സമയത്ത് വിനിഗറിൽ മാത്രം ഇട്ടിട്ട് അരയ്ക്കുക. വെച്ചിട്ട് ഒരുപാട് വിനിഗർ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. തക്കാളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം വിനിഗറും അതിലൊന്ന് അരച്ച് കഴിച്ച് നോക്കി നോക്കൂ. ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടമായില്ലല്ലേ.
അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ പൊടിക്കൈകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചില ഫുഡിന് നമുക്ക് ചില കാര്യങ്ങൾ മാറ്റി മറിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് രുചി ഡബിളായിരിക്കും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും.